ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ആവാസ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ജില്ലാ സമിതി രൂപീകരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണവും ആരോഗ്യ പരിരക്ഷയും ലക്ഷ്യമിട്ട് സംസ്ഥാന തലത്തിൽ നടപ്പാക്കുന്ന ആവാസ് എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ പി മേരിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്ന യോഗത്തിൽ പദ്ധതി നടത്തിപ്പിനായി ജില്ലാ കലക്ടർ ചെയർമാനായും ജില്ലാ ലേബർ ഓഫീസർ കൺവീനറായും ജില്ലാ മെഡിക്കൽ ഓഫീസർ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻസ്പെക്ടർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരെ ഉൾക്കൊള്ളിച്ച് സമിതി രൂപീകരിക്കുകയും പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. 5 വർഷം കാലാവധിയുള്ള പദ്ധതി പ്രകാരം ഓരോ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 2 ലക്ഷം മരണാനന്തര സഹായവും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിലും പ്രതിവർഷം 15,000 രൂപയുടെ സൗജന്യ ചികിത്സയും ലഭിക്കും. രജിസ്റ്റർ ചെയ്ത തൊഴിലുടമകൾക്ക് കീഴിലുള്ളതും അല്ലാത്തതുമായ 18-നും 60-നും ഇടയിൽ പ്രായമുള്ള പരമാവധി ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുക. പഞ്ചായത്ത്, വാർഡ്, നഗരസഭ അധികൃതരുടെ സഹകരണത്തോടെ തൊഴിലാളികൾ തങ്ങുന്ന ഇടം കണ്ടെത്തും. കുടുംബശ്രീയുടെ സഹകരണവും തേടും. തോട്ടം ഉടമസ്ഥർ, കരാറുകാർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ തങ്ങുന്ന കെട്ടിടങ്ങളുടെ ഉടമസ്ഥർ എന്നിവർ വഴിയും വിവരശേഖരണം നടത്തും. ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടാവും പദ്ധതി അംഗത്വമെടുപ്പിക്കുക. ക്യാമ്പുകളിൽ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ തൊഴിലാളികളുടെ രക്തപരിശോധന നടത്തി ഗ്രൂപ്പ് നിർണയവും നടത്തും. ജന്മനാട് വ്യക്തമാക്കുന്ന അംഗീകൃത രേഖകളോ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് രേഖകളോ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പരിശോധന വിധേയമാക്കിയാവും തിരഞ്ഞെടുപ്പ്. വ്യാജ തിരിച്ചറിയൽ കാർഡോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജില്ലയിൽ തങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിയൽ രേഖകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുക. പദ്ധതി അംഗങ്ങൾക്ക് ഫോട്ടോ, വിരലടയാളം, ഐറിസ് സ്കാൻ, തിരിച്ചറിയൽ നമ്പർ, QR കോഡ് എന്നിവ ഉൾപ്പെട്ട ഏകീകൃത ഇൻഷുറൻസ് തിരിച്ചറിയൽ കാർഡാണ് നൽകുക. പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി തൊഴിൽ വകുപ്പ്, ആരോഗ്യവകുപ്പ്, പോലീസ് ജില്ലയിലൊട്ടാകെ സംയുക്ത പരിശോധന നടത്തും. പദ്ധതിയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് ഹിന്ദി ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ പോസ്റ്ററുകളും ബാനറുകളും ഹാൻഡ്ബുക്കുകളും തയ്യാറാക്കി റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ വിതരണം ചെയ്യും. കൂടാതെ ദൃശ്യമാധ്യമങ്ങൾ വഴിയും പ്രചരണം നടത്തും. വിശദാംശങ്ങൾ നൽകാൻ കഞ്ചിക്കോട് ഉടൻ തന്നെ സഹായകേന്ദ്രം ആരംഭിക്കും. പദ്ധതി നടപ്പാക്കേണ്ട ഏജൻസി ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയർ, ഇൻഷുറൻസ് കമ്പനി, പ്രീമിയം തുക എന്നിവയിൽ തീരുമാനമായാൽ ഉടൻ ഏജൻസി മുഖേനയാവും ഇൻഷുറൻസ് കാർഡ് നൽകുക. ജില്ലാ ലേബർ ഓഫീസർ MK രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി DMO KR ശെൽവരാജ്, പാലക്കാട് SIRO മനോജ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ N സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.